ഓക്കെ, അപ്പം നമ്മൾ ബാക്കി ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഓരോ കോമ്പൗണ്ട്സിൻ്റെ നെയിമും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കിയേ, അൺസാച്ചുറേറ്റഡിൽ വരുന്നത് 3 കാർബൺ ആറ്റംസ് ആണുള്ളത്. ഇപ്പോൾ പ്രൊപ്പ് അതിൽ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ റൈറ്റിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. കാരണം എന്താ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യേണ്ടത്? കുറവ് നമ്പർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ കഴിഞ്ഞ പാട് തന്നെ എന്ത് വരുന്നുണ്ട്? ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രൊപ്പ് 1E ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്താൽ 2 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ എന്താണ്? അത് തെറ്റായിരിക്കും. അപ്പോൾ റൈറ്റിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. റെഡി അല്ലേ? പിന്നെ ഹെക്സ് 2Eൻ്റെതും ഹെപ്റ്റ് 3Iൻ്റെതും ഒക്കെ ഒന്ന് നോക്കിയാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നതൊന്ന് നോക്കിയാൽ മതി. ഡബിൾ ബോണ്ട് എവിടെയാണ്, ട്രിപ്പിൾ ബോണ്ട് എവിടെയാണെന്നുള്ളത്. സോറി, ഇത് തെറ്റിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പെൻറ്റ് 3I ആണ് കേട്ടോ. പെൻറ്റ് 3I ആണ്. അതായത് 3 കാർബണും അതിൽ രണ്ടാമത്തെ പൊസിഷനിൽ എന്തുണ്ടാവും? രണ്ടാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ടാണ്, പൈൻ വരുന്നുണ്ട്. ഇവിടെ ഹെപ്റ്റ് 3I എന്ന് പറയുമ്പോൾ ഇവിടെ 7 കാർബൺ ആണുള്ളത്. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 കാർബൺ, അതിൽ മൂന്നാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. റെഡി. പിന്നെ ഹെക്സ് 2Eയിൽ എന്താ? ഹെക്സ് 6 കാർബൺ ആണ്, രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. റെഡി. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ കേസാണ് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വലിയ ഡൗട്ടും ആൾക്കാർക്ക് കുറച്ച് പ്രശ്നം വരുന്നൊരു ഭാഗമാണ്. പക്ഷേ പൊതുവേ അങ്ങനത്തെ പ്രശ്നം വരേണ്ട ആവശ്യമില്ല. കാരണം മീത്തൈൻ എന്ന് പറയുമ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജനും വരുന്നുണ്ട്. ഒരു മീത്തൈൻ എന്ന് പറയുമ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജനുമാണ് വരുന്നത്. മെത്തനോൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അതിൻ്റെ ഒരു ഹൈഡ്രജൻ്റെ പ്ലേസിൽ ഹൈഡ്രജന് പകരം ആര് വരികയാണ്? OH എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വരികയാണ്. നോർമലി മീത്തൈൻ. അപ്പോൾ ഈ OH ഗ്രൂപ്പ് വരുമ്പോൾ അത് ഓൾ എന്നാണ് നമ്മൾ കൊടുക്കുക. OH ഗ്രൂപ്പ് വരുമ്പോൾ അതിലേക്ക് ഓൾ എന്ന് ആഡ് ചെയ്യണം. അതായത് ഇത് മീത്തൈൻ ആണെങ്കിൽ അടുത്തതിൽ മീത്തൈൻ്റെ കളയുന്നുണ്ട്. മീത്തൈനിൽ ഇല്ലാതെ ഐയുടെ പ്ലേസിൽ എന്തുണ്ട്? ഓൾ എന്ന് വരും, മെത്തനോൾ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോന്നിൻ്റെ നെയിമിങ് ചെയ്യുന്നത്. അപ്പം ആൽക്കഹോൾ ഗ്രൂപ്പാണിത്. OH ഗ്രൂപ്പ് വരിക ആൽക്കഹോൾ ഗ്രൂപ്പാണ്. ഓൾ എന്ന് പറയുന്നതാണ് നമ്മളതിലേക്ക് നെയിമിങ്ങിൽ ആഡ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാം? മീത്തൈൻ്റെ അവസാനത്തെ ഒഴിവാക്കിയിട്ട് അവിടേക്ക് ഓൾ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മെത്ത് എന്ന് വരാൻ കാരണം എന്താ? ഒരു കാർബണേ ഉള്ളൂ. 2 കാർബണുള്ള കോമ്പൗണ്ട് ആണെങ്കിലോ എത്തനോൾ എന്ന് വരുമായിരുന്നു. 3 ആണെങ്കിൽ പ്രൊപ്പനോൾ എന്ന് വരുമായിരുന്നു. അത് നിങ്ങൾക്ക് പഠിച്ച് വരുമ്പോൾ റെഡി ആയി വരും. നെക്സ്റ്റ് മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, സെയിം തന്നെ. മീത്തൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു H പോയിട്ട് അവിടെ Cl ഗ്രൂപ്പ് വരുന്നുണ്ട്. അവിടെ Cl ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കുക? Cl ഗ്രൂപ്പ് വരുമ്പോൾ ക്ലോറോ മീത്തൈൻ, അതിലൊരു പൊസിഷനിൽ ക്ലോറിൻ ആണുള്ളത്. മീത്തൈൻ്റെ തന്നെ ഒരു പൊസിഷൻ മാറിയിട്ട് അവിടെ ക്ലോറിൻ ആണ് വരുന്നത്. അപ്പോൾ ക്ലോറോ മീത്തൈൻ. ഇതൊക്കെ ഓരോരോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. നമുക്കത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇത് ആൽക്കഹോൾ ഗ്രൂപ്പ്. ഫസ്റ്റ് വൺ ആൽക്കഹോൾ ഗ്രൂപ്പ്. രണ്ടാമത്തേത് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ എല്ലാം വരുമ്പോൾ അത് ഹാലോ ഗ്രൂപ്പ് ആയിരിക്കും. റൈറ്റ്. നമുക്ക് ഓരോന്നിൻ്റെ എങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് പറയാം. ഈ ആൽക്കഹോളിന് പല നെയിം ഉണ്ട് കേട്ടോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാം, ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. നെയിമിങ്ങിൽ ഓൾ എന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആൽക്കഹോൾ ഗ്രൂപ്പാണിത്. നെയിമിങ്ങിൽ O എന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. The presence of OH group in the carbon chain is responsible for the characteristic properties of methanol. മെത്തനോളിൻ്റെ ക്യാരക്ടേഴ്സ് വരാനുള്ള കാരണം അതിൽ മെയിനായിട്ടുള്ള OHൻ്റെ ഗ്രൂപ്പ് ആയിരിക്കും. എത്തനോളിൻ്റെ ക്യാരക്ടറെല്ലാം വരാനുള്ള കാരണം അതിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. OH വരുന്ന ഗ്രൂപ്പ്സ് വരുന്ന കോമ്പൗണ്ട്സ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം. ആൽക്കെയിനിൻ്റെ, അതായത് മീത്തൈൻ ആണെങ്കിൽ മീത്തൈൻ്റെ അവസാനം ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യാൻ? ഓള് വരാണ്, മെത്തനോൾ ആവുന്നുണ്ട്. അവസാനത്തെ പോയിട്ട് അവിടെ ഓൾ എന്ന് വരും. ഇവിടെ നോക്കി ഒരു കാർബൺ ആയതുകൊണ്ട് മീത്തൈൻ്റെ പോയിട്ട് അവിടെ എന്തായിരുന്നുണ്ട്? ഓൾ എന്ന് വരുന്നുണ്ട്. 2 കാർബൺ വരുമ്പോൾ ഈത്തൈൻ്റെ പോയിട്ട് ഈത്തൈൻ്റെ അവസാനം ETHANE ഈത്തൈൻ്റെ അവസാനം പോയിട്ട് അവിടെ ഓൾ വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ നോക്കിയേ, എന്തായിരിക്കും ഇതിൻ്റെ പേര്? ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. 3 കാർബൺ വരുമ്പോൾ നമുക്ക് റൂട്ട് നെയിം അറിയാലോ. റൂട്ട് നെയിം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്ത് വരുന്നുണ്ട്? പ്രൊപ്പെയിൻ എന്ന് കൊടുക്കാവോ? പ്രൊപ്പെയിൻ എന്ന് കൊടുക്കണ്ട. പ്രൊപ്പെയിൻ എന്ന് കൊടുക്കുന്നതിന് പകരം അടുത്ത NE കൊടുക്കുന്നതിന് പകരം അവിടെ എന്ത് വരും? OL കൊടുക്കുക. എന്താണ്? പ്രൊപ്പനോൾ. റെഡി. പിന്നെ ഇവിടെ എന്താ? പ്രൊപ്പനോൾ OH ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ തുടക്കത്തിൽ തന്നെയാണോ ഉള്ളത്? ഫസ്റ്റ് പൊസിഷനിലാണോ ഉള്ളത്? നമ്മൾ നെയിമിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 1 2 3 ഇങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിലല്ലല്ലോ ഇതിൻ്റെ കേസിലുള്ളത്. ഇതിൻ്റെ കേസിൽ എന്താണ്? സെക്കൻഡ് പൊസിഷനിലാണ് ആരുള്ളത്? OH ഗ്രൂപ്പ് ഉള്ളത്. അപ്പം നമ്മൾ എങ്ങനെയാണ് നെയിമിങ് ചെയ്യുക? കുറേ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. എന്നാലും നിങ്ങളിതൊന്ന് നോക്കിയേ. പ്രൊപ്പാൻ പ്രൊപ്പൈൻ എത്രാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരുന്നത്? OH ഗ്രൂപ്പ് വരുന്നത് രണ്ടാമത്തെ പൊസിഷനിലാണ്. പ്രൊപ്പൈൻ 2 ഓൾ വരും. 2 ഓൾ. പ്രൊപ്പൈൻ 2 ഓൾ എന്ന് വരും. റെഡി അല്ലേ? വാട്ട് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ 2 കോമ്പൗണ്ട്സ്? ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പാണ് ഇത് രണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
പിന്നെ മോളിക്കുലർ ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതാം? കാർബണിൻ്റെ എണ്ണം എത്ര, ഹൈഡ്രജൻ്റെ എണ്ണം എത്ര, ഓക്സിജൻ്റെ എണ്ണം എത്ര എഴുതിക്കോ. മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ കാർബൺ എത്ര കാർബൺ ഉണ്ട്? 2ലും 3 കാർബൺ, C3. ഹൈഡ്രജൻ എത്രയുണ്ട്? 2ലും ഹൈഡ്രജൻ എണ്ണം 3, 4, 5, 6, 7, 8. 8 ഹൈഡ്രജനാണ്. താഴത്ത് നോക്കിയാലും 8 ഹൈഡ്രജൻ ആയിരിക്കും. 3, 4, 5, 6, 7, 8. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ. ഓ, ഇതാണ് അത് രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമുല. സ്ട്രക്ചറൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിൻ്റെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യമാണ്. റെഡി? അപ്പം അങ്ങനെയാണ് നമ്മൾ അതിനെ നെയിമിങ് ചെയ്യുന്നത്. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇത്ര വിശദമായി നിങ്ങൾ വായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ കോമ്പൗണ്ട് പ്രൊപ്പനോൾ എന്ന് വരുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3. നമ്പർ ഓഫ് ആൽക്കെയിൻ വിത്ത് ദി നെയിം ഓഫ് ആൽക്കെയിൻ വിത്ത് 3 കാർബൺ ആറ്റം എന്തായിരുന്നു? 3 വരുമ്പോൾ പ്രൊപ്പ്. നെയിം ഓഫ് ആൽക്കെയിൻ വിത്ത്, ആൽക്കെയിൻ ആണ് ചോദിക്കുന്നത് കേട്ടോ, റൂട്ട് നെയിം അല്ല. ആൽക്കെയിൻ ഏതാ? പ്രൊപ്പ് എന്ന് വരുന്നത് പ്രൊപ്പെയിൻ അല്ലേ? പ്രൊപ്പെയിൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കഹോൾ വരുമ്പോൾ അവസാനത്തെ ഈന് ഒഴിവാക്കിയിട്ട് അവിടെ ഫസ്റ്റ് പൊസിഷൻ പ്രൊപ്പെയിൻ 1 ഓൾ എന്ന് കൊടുത്താലും പ്രൊപ്പനോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രൊപ്പനോൾ എന്ന് എഴുതിയില്ലേ? പ്രൊപ്പെയിൻ 1 ഓൾ എന്ന് വേണമെങ്കിൽ കൊടുക്കുക. കാരണം എന്താ? 1, 2, 3 എന്നാണ് നമ്മുടെ നെയിമിങ് വരുന്നത്. ഒന്നാമത്തെ പൊസിഷനിലാണ് ആരുള്ളത്? OH ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ പ്രൊപ്പെയിൻ 1 ഓൾ എന്ന് വേണമെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നാമത്തെ പൊസിഷൻ ആയതുകൊണ്ട് ശരിക്കും കൊടുക്കണം എന്നില്ല, പ്രൊപ്പനോൾ എന്ന് കൊടുത്താൽ നിങ്ങൾ പ്രൊപ്പെയിൻ 1 ഓൾ എന്ന് പഠിക്കുകയാണെങ്കിൽ പ്രൊപ്പെയിൻ 1 ഓൾ തന്നെ പഠിച്ചോ. ഇനിയിപ്പോൾ സപ്പോസ് രണ്ടാമത്തെ പൊസിഷനിലാണ്, ഇവിടെയാണ് വരുന്നതെങ്കിലോ 1, 2, 3 പറഞ്ഞോ. എങ്ങനെയാണ് നെയിമിങ് വരിക? പ്രൊപ്പാൻ 1 ഓൾ ആണോ? അല്ല, രണ്ടാമത്തെ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ പ്രൊപ്പെൻ 2 ഓൾ. പ്രൊപ്പെൻ 2 ഓൾ നമ്മൾ നേരത്തെ കാണിച്ച കോമ്പൗണ്ട് തന്നെയാണ് കേട്ടത്. പ്രൊപ്പെൻ 2 ഓൾ. ഈ എഴുതരുത്, ഈ എഴുതിയാൽ തെറ്റിപ്പോവും. പ്രൊപ്പെൻ 2 ഓൾ. റെഡി അല്ലേ? നെക്സ്റ്റ് കറക്റ്റ് വേണം നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിയേ, 1, 2, 3, 4, 5 പെൻറ്റാൻ ആണ് നമുക്കറിയാം. കാരണം 5 കാർബൺ ആണുള്ളത് എന്ന് മനസ്സിലായി. പെൻറ്റാണ് വരിക. അതിൽ എത്ര പൊസിഷൻ? 4 ഓളാണോ 2 ഓളാണോ എന്നാ ചോദിക്കുന്നത്. 4 ഓളാണോ 2 ഓളാണോ? അപ്പോൾ നമ്മൾ നെയിമിങ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 എന്ന് വരും. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ 1, 2, 3 അങ്ങനെ വരും. അപ്പം എങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴാണ് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? താഴേന്ന് കൗണ്ട് ചെയ്യുമ്പോഴല്ലേ? താഴേന്ന് വെച്ചാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്യുമ്പോഴല്ലേ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് ഇതാണ്. അപ്പോൾ അതായത് സെക്കൻഡ് പൊസിഷനിൽ ആണ് OH വരുന്നത്. അപ്പോൾ പെൻറ്റൻ 2 ആളാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഓക്സിജൻ OH ഗ്രൂപ്പ് വരുന്ന ആൽക്കഹോൾ ഗ്രൂപ്പ് വരുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത കാർബോക്സിൽ ഗ്രൂപ്പ് നോക്കാം. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ COOH എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, COOH. എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തരാം. ഇതും സെയിം തന്നെ. നമ്മൾ ആൽക്കഹോളിൻ്റെ കേസിൽ എന്ത് പറഞ്ഞു? ആൽക്കെയിൻ്റെ ഈ ഒഴിവാക്കിയിട്ട് അവിടെ OH ഓൾ എന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ആൽക്കെയിൻ്റെ അവസാനത്തെ ഈ ഒഴിവാക്കി ഓൾ എന്ന് കൊടുക്കണം എന്നായിരുന്നു ഇവിടെ പറഞ്ഞത്. ആൽക്കഹോളിൻ്റെ കേസ് പറഞ്ഞത് അല്ലെ ഹൈഡ്രോക്സി ഗ്രൂപ്പിൻ്റെ കേസ് പറഞ്ഞ ഓൾ വരുന്നത്. ഇവിടെ എന്താണ്? COOH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ OHന് പകരം COOH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അതിൻ്റെ എടുക്കുക ഈ ഒഴിവാക്കിയിട്ട് ഓയിക് ആസിഡിന് ആഡ് ചെയ്യാം. മീഥേൻ ആണെങ്കിൽ അവസാനം ഈ ഒഴിവാക്കിയിട്ട് ഓയിക് ആസിഡ് ആഡ് ചെയ്യുക. അതായത് മീഥേൻ METHNE എന്നുള്ളതിൻ്റെ ഈ ഒഴിവാക്കിയിട്ട് അവിടെ ഓയിക് ആസിഡിന് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ആസിഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാർബോക്സിൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അത് ആസിഡാണ്. റെഡി? അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരാതെ ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര കാർബൺ ഉണ്ട്? ഈ കാർബണും കൂടി എല്ലാ കാർബണും നമ്മൾ കൂട്ടിയേക്കണം കേട്ടോ. അതായത് ഇവിടെ ഇപ്പോൾ 2 കാർബൺ ഉണ്ട്. 1 കാർബൺ 2 കാർബൺ. അപ്പോൾ ഇത് ഏത് ആസിഡായിരിക്കും വരിക? 1 കാർബൺ ആണെങ്കിൽ മെത്ത്. 1 കാർബൺ ആണെങ്കിൽ മെത്ത്. ഇവിടെ ഇപ്പോൾ 1 കാർബൺ ആണോ 2 കാർബൺ ആണോ ഉള്ളത്? 2 കാർബൺ ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും വരിക? എത്ത്. ഇതിപ്പോൾ ആൽക്കെയിൻ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് വരിക? ഈതെയിൻ എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ ആൽക്കെയിൻ ആണോ? അല്ല. അപ്പോൾ ആൽക്കെയിൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവസാനത്ത് ഈ ഒഴിവാക്കണമല്ലോ. ഈ അവസാനം നമ്മൾ എഴുതുന്നില്ല. പകരം എന്തെഴുതാം ഇവിടെ? COOH ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓയിക് ആസിഡ്. എത്തനോയിക് ആസിഡാണ് ഈ പറയുന്ന കോമ്പൗണ്ട്. എത്തനോയിക് ആസിഡ് എന്നാണ് ഈ പറയുന്ന കോമ്പൗണ്ടിൻ്റെ പേര്. റെഡി അല്ലേ? എത്തനോയിക് ആസിഡ് അത് താഴെ കൊടുത്തിട്ടുണ്ടാവും. എത്തനോയിക് ആസിഡ് നമ്മളിപ്പം കണ്ടുപിടിച്ച സാധനം. അതായത് 2 കാർബൺ, അതിൽ ഫസ്റ്റിൻ്റെ പൊസിഷനിൽ എന്തുണ്ട്? COOH ഗ്രൂപ്പ് വരുന്നുണ്ട്. ആ കാർബണിനെ നമ്മൾ കൂട്ടണം കേട്ടോ. COOH ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് തന്നെ അതിൽ വരുന്ന കാർബൺ ആണെങ്കിലും അതിനെ നമ്മൾ കൂട്ടണം. റെഡി അല്ലേ? നെക്സ്റ്റ് ഇത് പറഞ്ഞേ, ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. അപ്പോൾ ഏത് ആസിഡ് ആയിരിക്കും? മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് എഴുതണമെങ്കിൽ എഴുതാം, പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. 1 കാർബൺ ആണെങ്കിൽ മെത്താണ്. അപ്പം മെത്തനോയിക് ആസിഡ് എന്നാണ് നമ്മളതിന് കൊടുക്കുക. മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്.
അപ്പോൾ അടുത്തത് ഒന്നുമില്ല, ഇത് തന്നെ എത്ര കാർബൺ ഉണ്ട് നോക്കുക, 2 കാർബൺ. അപ്പോൾ ഇതേനാണ് വരിക, എത്തനോയിക് ആസിഡാണ് വരിക. ഇനിയിപ്പോൾ 3 കാർബൺ വരുന്നുണ്ടെങ്കിൽ, അതായത് CH3 CH2 COOH CH3 CH2 COOH. ഇതിലിപ്പോൾ ടോട്ടൽ എത്ര കാർബൺ വരുന്നുണ്ട്? 3 കാർബൺ. 3 കാർബൺ വരുമ്പോഴാണ് പ്രൊപ്പ് എന്ന് വരിക. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ്. അടുത്ത അവസാനത്തെ എന്തായിരിക്കും വരിക? ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ് വരിക. ബ്യൂട്ടനോയിക് ആസിഡ്. എന്തുകൊണ്ടാണ് ബ്യൂട്ടനോയിക് ആസിഡ് വരുന്നത്? ബ്യൂട്ടനോയിക് ആസിഡ് വരാൻ കാരണം അതിൽ 4 കാർബൺ ആയിരിക്കും. അപ്പം ബ്യൂട്ടെയിൻ എന്നാണ് 4 കാർബണുള്ള ആൽക്കെയിൻ. അപ്പം അതിൽ ഈ എഴുതേണ്ട ആവശ്യമില്ല, പകരം എന്തെടുക്കുക, ഓയിക് ആസിഡ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഫംഗ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള 2 ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ചെയ്യാം. ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്തേക്കാം. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനൊക്കെ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ മുമ്പത്തെ ഭാഗം മുമ്പിലത്തെ വേറെ ക്ലാസ്സുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഏത് പോർഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്ത് തരുന്നതാണ്. ഇതിപ്പോൾ ഓർഡർലി ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.